അങ്ങനെ ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്, ചൂടെടുത്ത് വയ്യ. എൻ്റെ ചേട്ടൻ്റെ സഹോദരിയുടെ വീട് പാലിയേച്ചാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഗേസ് അങ്ങനെ ഞാൻ അവിടെ വീട്ടിൽ കേട്ടോ. നല്ല വീടാണ്. അവിടെ ചെന്ന സമയമാണ് ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരനും ഒക്കെ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ വിളിച്ചു. പിന്നെ ചേട്ടൻ്റെ കുഞ്ഞുമേയും കൊച്ചിച്ചനൊക്കെ ഉണ്ടായിരുന്നു. വിളിച്ചിട്ടുള്ളൂ. ഞാൻ ആ വീടിൻ്റെ അകമൊക്കെ മുഴുവൻ ഇറങ്ങി കാണുകയാണ് ഗേസ്. എൻ്റെ കുഞ്ഞും പിന്നെ ചേട്ടനും കൂട്ടുകാരനും ചേട്ടൻ്റെ അനുജനും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ അങ്ങനെ നല്ല അടിപൊളി വീടാണ്. അപ്പോൾ കുട്ടികളെ എനിക്ക് ശേഷം ചിക്കൻ ബിരിയാണി അവിടെ വെച്ചിരിക്കുകയാണ്. ബിരിയാണി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇത് 3 നില വീടാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നത് ഒന്നാമത്തെ നിലയിലാണ്. ഇനി 2 നിലയും കൂടെ ഉണ്ട്, 3 നില വരെ ഉണ്ട്. അങ്ങനെ ചേട്ടൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പോവുകയാണ്. ചേട്ടനും അനുജനും കൂടി കേട്ടാണ്. ഞങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കൊച്ചിച്ചൻ ചേട്ടനോട് ചേട്ടൻ കുറേ നേരം അവിടെ സംസാരിച്ചതിന് ശേഷം ഞാൻ ആ വീടും പരിസരമൊക്കെ ഇറങ്ങി കാണുകയും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ പോയാലും മൊബൈലാണല്ലോ. കൊച്ചിച്ചൻ കുഞ്ഞമ്മയായിട്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ചേട്ടൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. അങ്ങനെ തൊട്ടടുത്തുള്ള കുഞ്ഞുങ്ങളുടെ വീട്ടിൽ പോയി. അവിടെ പോയി പിള്ളേർ അവിടെ നിന്ന് കളിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അനുജൻ്റെ പിന്നെ ചെറിയ രീതിയിൽ അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ നോക്കി ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. റേഷൻ പുട്ടും പിന്നെ റേഷൻ പുട്ടും ഇതൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൃഷികളൊക്കെ ചെറിയ രീതിയിൽ കുഞ്ഞമ്മയുടെ മകൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം ചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഞാൻ കൊച്ചിച്ചൻ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ നാത്തൂനും അമ്മയും അപ്പോഴേക്കാണ് എൻ്റെ നാത്തൂനും അമ്മയൊക്കെ വന്നത്. വൈകുന്നേരം സമയമായതിനാൽ വേറെ ആരെയും തിരക്ക് വളരെ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സമയമായി. ഇതിന് ശേഷം ഞങ്ങൾക്ക് നേരമായി ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക്